إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മുടെ ജീവിതക്രമം എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസവും കർമ്മവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവവും സമീപനവുമെല്ലാം ചിട്ടപ്പെടുത്തേണ്ടത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇസ്ലാം നമ്മുടെ മുന്നിൽ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഇസ്ലാമിക ചരിത്രവുമൊക്കെ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 2 വ്യത്യസ്ത അധ്യായങ്ങളിൽ ഒരേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ അറിയാത്തത് അറിയുന്നവരോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കണം എന്ന കാര്യം. വിശുദ്ധ ഖുർആനിൻ്റെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. ഫസ്അലു അഹ്ല ദിക്ർ, അറിവുള്ളവരോട്, ദീൻ പഠിച്ചവരോട്, ഖുർആൻ മനസ്സിലാക്കിയവരോട്, പ്രമാണങ്ങൾ ഉൾക്കൊണ്ടവരോട് നിങ്ങൾ ചോദിച്ചറിയുക. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ, പഠിക്കാത്തവരാണെങ്കിൽ പഠിച്ചവരോട് ചോദിച്ചു പഠിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. ഇതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിൻ്റെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 7-ാമത്തെ വചനത്തിലും അല്ലാഹു പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ.
ഫസ്അലു അഹ്ല ദിക്ർ, നിങ്ങൾ അറിവുള്ളവരോട്, ദിക്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുക. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് അഹ്ലു ദിക്ർ എന്ന് പറഞ്ഞാൽ? പ്രധാനമായും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ല പറഞ്ഞതുപോലെ അഹ്ലു ദിക്ർ ഹും അഹ്ലുൽ ഖുർആൻ. അഹ്ലു ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലുൽ ഖുർആനാണ്. ഖുർആൻ പഠിച്ചവർ, ഖുർആൻ പ്രമാണം കൃത്യമായി മനസ്സിലാക്കിയവർ. കമാ ജാഅ ഫീ ഖൗലിഹി തആല ഫിൽ ഖുർആൻ, ഖുർആനിൽ തന്നെ അല്ലാഹു ദിക്ർ എന്ന് ഖുർആനിനെ പറ്റി പറഞ്ഞതുപോലെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനിന്റെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, തീർച്ചയായും ഈ ഉത്ബോധനത്തെ, ഈ വിശുദ്ധ ഖുർആനിനെ നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അവിടെ അല്ലാഹു ഖുർആനിന് ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം ദിക്ർ എന്നാണ്. അഹ്ലു ദിക്ർ എന്ന് പറഞ്ഞാൽ അത് പഠിച്ചവരെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നാം ചെയ്യേണ്ടത് എന്താണ്? കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുക എന്നത്. ദീനിൻ്റെ നിയമങ്ങൾ, ദീനിൻ്റെ മസ്അലകൾ അറിയുന്നവരോട് അന്വേഷിക്കുക എന്നതിനെ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സ്ത്രീകൾ സ്ത്രീ സഹജമായ കാര്യങ്ങൾ പോലും ചോദിച്ചറിയാൻ വന്നിരുന്നുവെന്നും, സ്ത്രീകൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടുന്ന, പഠിച്ചിരിക്കേണ്ടുന്ന വിഷയങ്ങൾ, മതനിയമങ്ങൾ അറിയാൻ വേണ്ടി നാണമില്ലാതെ, ആ വിഷയത്തിൽ ലജ്ജ കാണിച്ച് മാറി നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ ചോദിച്ചു പഠിക്കാനുള്ള താല്പര്യം അവർ കാണിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. പ്രത്യേകിച്ച് മദീനയിലുള്ള അൻസ്വാരി സ്ത്രീകൾ അതിന് കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നു എന്നാണ്. അവരെക്കുറിച്ച് നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നിഅമൻ നിസാഉ നിസാഉൽ അൻസ്വാർ, നിഅമൻ നിസാഉ നിസാഉൽ അൻസ്വാർ. അൻസ്വാറുകളിലെ സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ്! അൻസ്വാറുകളിൽപ്പെട്ട വനിതകൾ എത്ര നല്ല വനിതകളാണ്! ലം യകുൻ യംനഹുന്നൽ ഹയാ അയസ്അൽന അനിദ്ദീനി വയതഫഖഹന ഫീഹി. ദീനിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും മതനിയമങ്ങളിൽ അവഗാഹജ്ഞാനം നേടാനും ലജ്ജ അവർക്കൊരു തടസ്സമായിട്ടില്ല. മതനിയമങ്ങൾ ചോദിച്ചു പഠിക്കാൻ അവർ നന്നായി താല്പര്യം കാണിച്ചു എന്നതിനെ പൊക്കിപ്പറയുന്ന, അഭിനന്ദിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാചകങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ദീനിൻ്റെ കാര്യങ്ങൾ ഒന്നും അറിയാതെ തോന്നിയതുപോലെ ചെയ്യുകയല്ല, മറിച്ച് ചോദിച്ച് പഠിക്കാനുള്ളൊരു മനസ്സാണ് വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. യഥാർത്ഥത്തിൽ മതം പഠിച്ച, മതമനുസരിച്ച് ജീവിക്കുന്ന ആരെ എടുത്തു നോക്കിയാലും അവരെ അതിന് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നോ, അവർക്ക് ചോദിക്കാനുള്ളൊരു മനസ്സ് അള്ളാഹു കൊടുത്തു എന്നതാണ്. ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുമോ എന്ന് പേടിച്ച് ഏതൊരു കാര്യം പ്രവർത്തിക്കും മുമ്പ്, ഏതൊരു വിഷയം തീരുമാനിക്കും മുമ്പ്, എന്തെങ്കിലും ഒരു വാക്ക് പറയും മുമ്പ് അതിൻ്റെ ഇസ്ലാമികത ചോദിച്ചറിയാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അതാണ് ഒരു മനുഷ്യനെ വളർത്തുക, ഉയർത്തുക എന്നാണ് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, മാ നുസിലത്ത് ആയ ഇല്ലാ വഖദ് അലിംതു ഫീമാ ഉൻസിലത്ത് വഅയ്ന ഉൻസിലത്ത്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പോലുമില്ല അത് ഏത് വിഷയത്തിൽ ഇറങ്ങിയതാണ്, അത് എവിടെ വെച്ച് ഇറങ്ങിയതാണ് എന്ന് ഞാൻ ചോദിച്ചു പഠിക്കാത്ത ഒരായത്ത് പോലുമില്ലെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നൊരു വാചകമുണ്ട്, വഇന്ന റബ്ബി വഹബലി, എൻ്റെ റബ്ബ് എനിക്ക് ദാനമായി തന്നിട്ടുണ്ട് ഖൽബൻ അഖൂല വലിസാനൻ സഊല. ചോദിച്ചു പഠിച്ചത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനഃപ്പാടമാക്കാനുള്ളൊരു ഹൃദയവും ചോദിക്കാനുള്ളൊരു നാവും അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും എവിടെ ഇറങ്ങി, എന്തിനിറങ്ങി എന്ന് മനസ്സിലാക്കി വെച്ചത് എങ്ങനെയാണ്? അതാണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ റബ്ബ് എനിക്ക് ദാനമായി തന്നു ഖൽബൻ അഖൂല വലിസാനൻ സഊല. ചോദിച്ചറിയാനുള്ള ഒരു നാവും കിട്ടിയത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു മനസ്സും എൻ്റെ റബ്ബ് എനിക്ക് തന്നു എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, നമുക്കറിയാം, അറിവിൻ്റെ നിറകുടമായിരുന്നു അദ്ദേഹം, സാഗര തുല്യമായിരുന്നു അദ്ദേഹം. വിശുദ്ധ ഖുർആനിൽ അവഗാഹജ്ഞാനം നേടിയ മുഫസ്സിറുകളുടെ നേതാവും പിതാവുമാണ് അദ്ദേഹം, പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ബിമ അദ്റക്തൽ ഇൽമ്, അല്ല താങ്കൾക്ക് എങ്ങനെയാണ് ഈ അറിവൊക്കെ ഉണ്ടായത്?
അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അറിവറിയുന്ന പാണ്ഡിത്യം കണ്ടിട്ട് ചില ആളുകൾ ചോദിക്കുകയാണ്, ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ബിമാ ദറക്തൽ ഇൽമ്, ഇബ്നു അബ്ബാസെ താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം അറിവുണ്ടായത്, ഇത്ര പഠിക്കാൻ താങ്കൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, അദ്റക്തുൽ ഇൽമ, ഞാൻ വിജ്ഞാനം നേടിയത്, മതം ഞാൻ പഠിച്ചത്, ബിലിസാനിൻ സഊൽ വഖൽബിൻ അഖൂൽ വബദനിൻ ഗൈരി മലൂൽ. സഹോദരങ്ങെ നോക്കൂ അദ്ദേഹത്തിൻ്റെ വാചകം, അദ്റക്തുൽ ഇൽമ, ഞാൻ അറിവ് നേടിയത്, ബിലിസാനിൻ സഊൽ, ചോദിക്കുന്നൊരു നാവ് എനിക്കുണ്ടായി, വഖൽബിൻ അഖൂൽ, സൂക്ഷിച്ചു വെക്കുന്ന ബുദ്ധിയുള്ള ഗ്രാഹ്യശേഷിയുള്ള ഒരു ഹൃദയം എനിക്കുണ്ടായി, വബദനിൻ ഗൈറ മലൂൽ, മടുപ്പ് തോന്നാത്ത ഒരു ശരീരവും എനിക്ക് അല്ലാഹു തന്നു. മടുപ്പ് തോന്നാത്തൊരു ശരീരവും, ചോദിച്ച് പഠിക്കാനുള്ളൊരു നാവും, പഠിച്ചത് ഗ്രഹിക്കാനുള്ളൊരു ഹൃദയവും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇൽമ് നേടിയത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, സിയാദത്തുൽ ഇൽമി അൽഇബ്തിഗാ, അറിവിൽ വർധനവുണ്ടാവുക ആഗ്രഹം കൊണ്ടാണ്. പഠിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിലേ അറിവിൽ വർധനവുണ്ടാവുകയുള്ളൂ. വദർകുൽ ഇൽമി അസ്സുആൽ, അറിവ് നേടിയെടുക്കുക ചോദ്യം കൊണ്ടാണ്. ചോദിച്ച് പഠിക്കുമ്പോഴാണ് ഒരാൾക്ക് ഇൽമുണ്ടാവുക എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ നമ്മുടെ നമസ്കാരം കൃത്യമാണോ എന്ന് പരിശോധിക്കണം. വീഴ്ചകളുണ്ടോ അറിയുന്നവരോട് ചോദിക്കണം. നാം നമസ്കരിച്ച് കാണിച്ചു കൊടുക്കണം. എൻ്റെ റുകൂഅ്, എൻ്റെ സുജൂദ്, ഞാൻ ചൊല്ലുന്ന ദിക്റുകൾ ഇങ്ങനെയൊക്കെയാണ്, അത് ശരിയാണോ, അത് സ്വഹീഹാണോ, അത് റസൂലുള്ള ചൊല്ലിയതാണോ? ചോദിച്ച് പഠിക്കാൻ, നമ്മുടെ ഇബാദത്തുകൾ കൃത്യമാക്കാൻ ഈമാനുള്ളവരെ നമുക്ക് സാധിക്കണം. ചില കാര്യങ്ങളെങ്കിലും നമ്മൾ ചോദിക്കാൻ മടിച്ചാൽ തോന്നിയതനുസരിച്ച് ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. എന്താണ് അതിൻ്റെ ദീൻ എന്നറിഞ്ഞില്ലെങ്കിൽ, അതിൻ്റെ ഖുർആൻ എന്നറിഞ്ഞില്ലെങ്കിൽ, പ്രമാണമെന്നറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ, ദേഹേച്ഛകളെ പിൻപറ്റുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അത് വലിയ അപകടങ്ങളിലേക്ക്, ആപത്തുകളിലേക്ക് നമ്മെ എത്തിക്കും. നോക്കൂ നിങ്ങൾ, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജ്നാ ഫീ സഫർ, ഞങ്ങൾ ഒരു യാത്ര പുറപ്പെട്ടു. ഫഅസ്വാബ റജുലൻ മിന്നാ ഹജറുൻ ഫശജ്ജഹു ഫീ റഅസിഹി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു കല്ലിൽ തല തട്ടി തലക്ക് പരിക്ക് സംഭവിച്ചു. തലയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി, വലിയ ആഴത്തിലുള്ള മുറിവുണ്ടായി. സുമ്മഹ്തലമ, പിന്നീട് അദ്ദേഹത്തിന് കുളി നിർബന്ധമാകുന്ന അവസ്ഥയുമുണ്ടായി. അദ്ദേഹം തൻ്റെ സ്വഹാബികളോട്, കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരോട് ചോദിച്ചു, ഹൽ തജിദൂന ലി റുഖ്സതൻ ഫി തയമ്മും, എനിക്ക് കുളിക്കുന്നതിനു പകരം തയമ്മും ചെയ്താൽ മതിയാകുമോ? എൻ്റെ തലയിൽ മുറിവുണ്ട്, മുറിവിൽ നിന്ന് രക്തം വരുന്നുണ്ട്, എനിക്ക് കുളിക്കുന്നതിനു പകരം തയമ്മും ചെയ്താൽ മതിയാകുമോ? അവർ പറഞ്ഞു, മാ നജിദു ലക റുഖ്സതൻ വഅൻത തഖ്ദിറു അലൽ മാ, നിനക്ക് വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ, നീ തയമ്മും ചെയ്താൽ പോരാ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് അവർ പറയുകയാണ്. ഫഗ്തസല, അദ്ദേഹം കുളിക്കുകയും അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹം രോഗബാധിതനാവുകയും മരണപ്പെടുകയും ചെയ്തു. ഫമാത്, അങ്ങനെ അദ്ദേഹം മരിച്ചു. ഫലമ്മ ഖദിംന അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്ത് യാത്ര കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തി പ്രവാചകന്റെ അടുക്കൽ ചെന്നു. ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അദ്ദേഹം മരിച്ചിരിക്കുകയല്ല, അവർ അദ്ദേഹത്തെ കൊന്നിരിക്കുകയാണ്. ഖതലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിരിക്കുന്നു. ഖതലഹുമുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദേഷ്യമാണ്, കോപമാണ് അവരുടെ മേലുണ്ടാവുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാ സഅലു ഇദാ ലം യഅലമു, അവർക്കൊരു വിഷയം അറിയില്ലായിരുന്നുവെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചുറപ്പിച്ച് പഠിക്കൽ അവർക്ക് അനിവാര്യമായിരുന്നില്ലേ? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞൊരു വാചകം, വിശ്വാസികളെ, നമ്മുടെ ഹൃദയത്തിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉണ്ടാകണം. റസൂലുള്ള പറയുകയാണ്, ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, അജ്ഞതക്കുള്ള മരുന്ന് ചോദിച്ചറിയലാണ്. അജ്ഞത ഒരു രോഗമാണ്, അറിവില്ലായ്മ ഒരു അസുഖമാണ്. അതിനുള്ള മരുന്ന് എന്താണ്? അറിയാത്തത് ചോദിക്കുക, ചോദിച്ച് പഠിക്കുക. ആ മരുന്ന് പുരട്ടി ഈ ജഹ്ല് എന്ന രോഗത്തെ, അറിവില്ലായ്മ എന്ന അസുഖത്തെ നിങ്ങൾ ചികിത്സിക്കണമായിരുന്നു, ചോദിച്ചറിയണമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും എന്നിട്ട് ഇത്തരം ഒരു അവസ്ഥയിൽ ചെയ്യേണ്ട മതവിധി അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്നമാ കാന യക്ഫീഹി അയ്യതയമ്മമ വയുസിറ ഔ യുസിബ അലാ ജുർഹിഹി ഖിർഖ, അദ്ദേഹത്തിന് മുറിവുള്ള ഭാഗത്ത് നല്ല തുണി വെച്ച് കെട്ടി ഭദ്രമാക്കുകയും സുമ്മ യംസഹു അലൈഹ വയുഗ്സില സായിറ ജസദിഹി,
ആ മുറിവില്ലാത്ത ഭാഗത്ത് വെള്ളമൊഴിക്കുകയും മുറിവുള്ള ഭാഗം തടവിയാൽ മതിയായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അറിവില്ലാതെ ഫത്വകൾ നൽകുന്നവർ ഇന്ന് ആധുനിക തലമുറയിൽ ധാരാളമായി നാം കാണുന്ന ഒരു ദുഷിച്ച പ്രവണതയാണ് ഇത്. എല്ലാവരും മതം പറയുകയാണ്, എല്ലാവരും മുഫ്തികളായി മാറുകയാണ്, എല്ലാവരും പണ്ഡിത വേഷം ചമയുകയാണ്. എന്നിട്ട് ഖുർആൻ അറിയാത്ത, ഹദീസുകൾ പഠിക്കാത്ത നിയമനിർദ്ദേശങ്ങളിലൂടെ ജനങ്ങൾക്ക് അവർ പലതും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചില ആളുകളെങ്കിലും ദീൻ പഠിക്കുകയോ അറിവുള്ളവരോട് ചോദിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ സ്വന്തം ഇഷ്ടങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നത് സഹോദരങ്ങളെ നാം കാണുന്നുണ്ട്. പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം അത് ഒഴിവാക്കുന്ന ആളുകളെ നാം കാണുന്നു. യഥാർത്ഥത്തിൽ പ്രമാണം സ്വീകരിക്കണം എന്ന്, എന്താണ് ശരി എന്ന് അന്വേഷിക്കാനുള്ള ഒരു മനസ്സുള്ളവർക്ക് തീർച്ചയായും വേഗത്തിൽ സത്യം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഹവയുടെ ആളുകൾ, ദേഹേച്ഛയുടെ ആളുകൾ, പ്രമാണം പരിഗണിക്കാത്തവർ, അവർക്ക് എത്ര തെളിവുകൾ മുന്നിൽ വെച്ച് കൊടുത്താലും സ്വീകരിക്കാൻ തോന്നില്ല. അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാകണം. അദ്ദേഹം പറയുകയാണ്, ത്വാലിബുൽ ഹഖി യക്ഫീഹി ദലീൽ. സത്യം അന്വേഷിക്കുന്ന ഒരാൾക്ക് ഒരു തെളിവ് മതിയാകും. സത്യം അന്വേഷിച്ച് ശരി ഏതാണെന്നറിഞ്ഞ് ഞാനിത് ചെയ്യും മുമ്പ് സത്യം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കത് സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ ഒരു തെളിവ് കിട്ടിയാൽ തന്നെ അവൻ ആ തെളിവ് സ്വീകരിക്കും. വസാഹിബുൽ ഹവ, എന്നാൽ സ്വന്തം ഇഷ്ടമനുസരിച്ചേ ഞാൻ പ്രവർത്തിക്കുള്ളൂ, എനിക്കതൊന്നും കാണേണ്ട, എനിക്കിതൊന്നും കേൾക്കേണ്ട എന്ന് ചിന്തിക്കുന്നവനോ ലാ യക്ഫീഹി അൽഫു ദലീൽ. 1000 തെളിവുകൾ അവൻ്റെ മുന്നിൽ വെച്ചാലും അവൻ തെളിവുകൾക്കല്ല പ്രാധാന്യം കൊടുക്കുക, അവൻ പ്രമാണങ്ങൾക്കല്ല കൂറ് നൽകുക, മറിച്ച് അവൻ്റെ ഇഷ്ടത്തിനായിരിക്കും എന്ന് അൽബാനി റഹിമഹുല്ല പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൽ ജാഹിലു യുഅല്ലമു. അറിവില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. വസാഹിബുൽ ഹവ, എന്നാൽ ഇച്ഛയെ പിൻപറ്റുന്ന ദേഹേച്ഛയുടെ പിന്നാലെ പോകുന്ന ഒരാളാണെങ്കിലോ ലൈസ ലനാ അലൈഹി സബീൽ. അവനെ നന്നാക്കാൻ നമ്മുടെ അടുക്കൽ മാർഗങ്ങളൊന്നുമില്ല. ദേഹേച്ഛയെ പിൻപറ്റുന്നവർ ഹിദായത്തിലെത്താൻ പ്രയാസമാണ്. അറിയാത്തവന് പഠിപ്പിച്ചു കൊടുത്താൽ നന്നാകും എന്ന് അൽബാനി റഹിമഹുല്ല പറയുകയാണ്. സഹോദരങ്ങളെ, ദേഹേച്ഛകളെ പിൻപറ്റുക എന്നത് ഇസ്ലാം ശക്തമായി എതിർക്കുകയാണ്. ദേഹേച്ഛകളെയും അഭീഷ്ടങ്ങളെയും പ്രമാണങ്ങളുമായി മാറ്റുരച്ച് പ്രമാണങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക എന്നതാണ് നാം നിർബന്ധമായും ചെയ്യേണ്ടത്. അതല്ലാതെ റസൂലുള്ള പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച പ്രമാണങ്ങൾ മാറ്റി നമ്മുടെ തോന്നലുടെ പിന്നാലെ പോയാൽ, പ്രമാണം പഠിക്കാൻ തയ്യാറാതെ പോയാൽ, ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സൂറത്തു നൂറിലെ 63-ാമത്തെ ആയത്ത് ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വച്ച വചനമാണ്. അള്ളാഹു പറഞ്ഞു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. പ്രവാചകന്റെ കൽപ്പനകൾക്ക് എതിരായി ജീവിക്കുന്നവർ, റസൂലുള്ള പഠിപ്പിച്ച, പ്രമാണം പഠിപ്പിച്ച, ഹദീസ് പറയുന്ന നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന. അവർക്ക് വല്ല ആപത്തും വന്നു ഭവിക്കുമെന്ന് അവർ പേടിച്ചു കൊള്ളട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം. വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കുമെന്ന് അവർ പേടിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇസ്ലാം വിരോധിച്ച ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും മോഹങ്ങളെയും താല്പര്യങ്ങളെയും എതിർത്ത് തോൽപ്പിക്കാനുള്ള ഈമാനികമായ ശക്തിയാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അബു ഹാസിം റഹിമഹുല്ല പറയുന്നുണ്ട്, ഖാതിൽ ഹവാക അശദ്ദ മിമ്മാ തുഖാതിലു അദുവക്. നിന്റെ ശത്രുവിനെ നേരിടുന്നതിനേക്കാളേറെ ശക്തിയോടെ നീ നേരിടേണ്ടത് നിന്റെ ആഗ്രഹങ്ങളെയാണ്, ദേഹേച്ഛകളെയാണ് നീ എതിർക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അത്രയും വലിയ ഫിത്നയാണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, എൻ്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് പ്രമാണമായി തോന്നുക എന്നത് ഗൗരവമുള്ള കാര്യമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ഇത്തിബാഅൽ ഹവാ വതൂലൽ അമൽ. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നതിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഇത്തിബാഅൽ ഹവാ, ദേഹേച്ഛയെ പിൻപറ്റലാണ്, വതൂലൽ അമൽ, ദീർഘകാലം ജീവിക്കണം എന്ന നിങ്ങളുടെ ആഗ്രഹവുമാണ്. എന്നിട്ട് അദ്ദേഹം കാരണം പറയുകയാണ്, അമ്മത്തിബാഉൽ ഹവാ ഫയസുദ്ദു അനിൽ ഹഖ്. ദേഹേച്ഛയെ പിൻപറ്റൽ സത്യത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയും. അമ്മാ തൂലുൽ അമൽ, തൂലുൽ അമൽ, ദീർഘകാലം ജീവിക്കണമെന്ന നിങ്ങളുടെ ആഗ്രഹം, ഫയുൻസിൽ ആഖിറ, പരലോകത്തെ നിങ്ങളെ മറപ്പിച്ച് കളയും എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹസനുൽ ബസ്രി റഹിമഹുല്ലയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, യാ അബാ സഈദ്, അല്ലയോ അബൂ സഈദേ, അയ്യുൽ ജിഹാദി അഫ്ളൽ. ജിഹാദിൽ, ധർമ്മസമരത്തിൽ, പോരാട്ടങ്ങളിൽ ഏറ്റവും
അഫ്ളലായ പോരാട്ടം എന്താണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, ജിഹാദു ഹവാക്ക്, ദേഹേച്ഛയ്ക്കെതിരെയുള്ള പോരാട്ടം, നിന്റെ ആഗ്രഹങ്ങളെ തച്ചുടക്കാനുള്ള നിന്റെ പരിശ്രമം. അള്ളാഹു കൽപ്പിക്കാത്ത, റസൂലുള്ള എതിർത്ത, ഇസ്ലാം തെറ്റെന്ന് പഠിപ്പിച്ച മോഹങ്ങൾ നിന്റെ മനസ്സിൽ വരുമ്പോൾ അതിനെ തകർക്കാനുള്ള നിന്റെ താല്പര്യം, അതാണ് ഏറ്റവും വലിയ പോരാട്ടം എന്ന് മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുല്ല പറയുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞു, ജിഹാദുൻ നഫ്സി വൽ ഹവാ, മനസ്സിനെയും ദേഹേച്ഛയെയും തോൽപ്പിക്കാനുള്ള നിന്റെ ജിഹാദുണ്ടല്ലോ, അസ്ലുൽ ജിഹാദി വൽ കുഫാർ, അസ്ലുൽ ജിഹാദിൽ കുഫാരി വൽ മുനാഫിഖീൻ, മുനാഫിക്കീങ്ങൾക്കെതിരെ, കുഫാറുകൾക്കെതിരെ നീ നടത്തുന്ന ജിഹാദിൻ്റെ അസ്ല് ആദ്യം നിന്റെ മനസ്സിനെതിരെ നിനക്ക് ജിഹാദ് നടത്താൻ സാധിക്കലാണ്. ഫഇന്നഹു ലാ യഖ്ദിറു അലാ ജിഹാദിഹിം ഹത്താ യുജാഹിദ നഫ്സഹു വഹവാഹു, സ്വന്തം ഇഷ്ടങ്ങളെയും സ്വന്തം ആഗ്രഹങ്ങളെയും ദീനിനെതിരാണെങ്കിൽ മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ദീനിനെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന ഒരാളെ നേരിടാൻ സാധിക്കുക എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല ചോദിക്കുന്നത്. സഹോദരങ്ങളെ, മനസ്സിൻ്റെ ആഗ്രഹങ്ങളോടും ദേഹേച്ഛകളോടും പൊരുതാൻ സാധിച്ചാൽ അത് ഈമാനിൻ്റെ ലക്ഷണമാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, ഇദാ അറത്ത അൻ തഅരിഫ മദാ ഈമാനിക്, നിന്റെ ഈമാനിൻ്റെ തോത് പഠിച്ചെടുക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അളന്നു നോക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് എത്ര ഈമാനുണ്ട്, നീ ഈമാനികമായി വളർന്നിട്ടുണ്ടോ എന്ന് പഠിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണ്? ഫറാഖിബ് നഫ്സക ഫിൽ ഖൽവാത്ത്, നീ ഒറ്റക്കാകുമ്പോൾ നിന്റെ സമീപനം എന്താണ്? ആരും അറിയാത്ത നിന്റെ രഹസ്യ ജീവിതത്തിൽ നീ ആരാണ് എന്ന് നീ പരിശോധിക്കുക എന്നതാണ് നിന്റെ ഈമാനിൻ്റെ വലുപ്പമറിയാൻ നീ ചെയ്യേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഈമാൻ ലാ യൽഹറു ഫീ സ്വലാത്തി റകഅതൈനി ഔ സിയാമി നഹാർ, 2 റകഅത്ത് നമസ്കാരം കൊണ്ടോ പകലിൽ നോമ്പെടുത്തതോ കൊണ്ടോ ഒന്നും തന്നെ ഈമാൻ എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാവുകയില്ല. ബൽ യൽഹറു ഫീ മുജാഹദത്തി നഫ്സി വൽ ഹവാ, ദേഹേച്ഛകളെ, സ്വന്തം ആഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ ആഗ്രഹത്തിനു വേണ്ടി മാറ്റിവെക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിന്റെ ഈമാനിൻ്റെ മാധുര്യം എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തല നൽകി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ 7 വിഭാഗവും അത് നേടിയെടുത്തത് സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ആഗ്രഹങ്ങൾക്ക് പരിഗണന കൊടുത്തപ്പോഴാണ് എന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തത്തബിഉ അൽ ഹവാ, നീ ഒരിക്കലും ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകരുത്, ദേഹേച്ഛയുടെ പിന്നാലെ നീ അനുസരിച്ച് പോകരുത്. ഫയുദില്ലക അനിസ് സബീലില്ലാ, അങ്ങനെ സംഭവിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നീ പിഴച്ചു പോകും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദിൻ്റെ 26-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ആർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്? ആർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖുർആൻ പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹ് പറയാണ്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കണമല്ലോ എന്ന് ആരെങ്കിലും ഭയപ്പെട്ടാൽ, വനഹൻ നഫ്സ അനിൽ ഹവാ, ദേഹേച്ഛകളെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്താൽ, തൻ്റെ മനസ്സിനെ ആഗ്രഹത്തിൽ നിന്ന് മാറ്റുകയും റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കണമല്ലോ എന്ന് ഭയപ്പെടുകയും ചെയ്താൽ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവനാണ് സ്വർഗം, അവൻ്റെ സങ്കേതമാണ് സ്വർഗം. ആ സ്വർഗം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതിനെന്താ വേണ്ടത്? ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് പ്രമാണങ്ങളുടെ പിന്നാലെ പോകാൻ നാം ശ്രമിക്കുക എന്നതാണ് വേണ്ടത്. അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും പഠിപ്പിക്കുന്ന ആശയങ്ങളനുസരിച്ചാണ് ജീവിതം ക്രമീകരിക്കേണ്ടത് എന്നും, പ്രമാണങ്ങളിൽ നിന്നും മാറി സ്വന്തം ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചാണ് ജീവിതം ചിട്ടപ്പെടുത്തുന്നതെങ്കിൽ വലിയ നാശനഷ്ടങ്ങളാണ് അത് മുഖേന ഉണ്ടാവുക എന്നും,
നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് പഠിക്കുക എന്നത് അനിവാര്യമാണ് എന്നും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ദീൻ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയേണ്ട കാര്യങ്ങൾ സ്വഹാബികൾ ചോദിച്ച് പഠിക്കുകയും അത് വരും തലമുറക്ക് വേണ്ടി കൈമാറുകയും ചെയ്തതുകൊണ്ടായിരുന്നു. പണ്ഡിതന്മാർ ഇത്തരം വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ പോലും ക്രോഡീകരിച്ചു. അസ്വഹാബിയു യസ്അൽ വന്നബിയു യുജീബ്. നൂറുകണക്കിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ആ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. അസ്വഹാബിയു യസ്അൽ, സ്വഹാബി ചോദിക്കുന്നു, വന്നബിയു യുജീബ്, റസൂലുള്ള മറുപടി പറയുന്നു. സ്വഹാബി ചോദിക്കുന്നു, റസൂലുള്ള മറുപടി പറയുന്നു. സഹോദരങ്ങളെ, ചിന്തിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, പേടിപ്പിക്കുന്ന എത്രയോ ചോദ്യങ്ങൾ സ്വഹാബികൾ ചോദിച്ചു, റസൂലുള്ള മറുപടി പറഞ്ഞു. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ ദീനുണ്ടായത് ചോദിച്ച് പഠിച്ചിട്ടാണ്. പ്രമാണങ്ങളോടുള്ള അവരുടെ താല്പര്യം, കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നവരുടെ ആഗ്രഹം, എൻ്റെ ഇഷ്ടമല്ല റബ്ബിൻ്റെ ഇഷ്ടമാണ് ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന അവരുടെ ഹിർസുണ്ടല്ലോ, അവർ ചോദിക്കുന്നു, റസൂലുള്ള മറുപടി പറയുന്നു. തിരിച്ചും പണ്ഡിതന്മാർ ക്രോഡീകരിച്ചു, അന്നബിയു യസ്അൽ വസ്സഹാബിയു യുജീബ്. റസൂലുള്ള ചോദിക്കുന്നു, സ്വഹാബി മറുപടി പറയുന്നു. എന്തിന്? ആളുകളെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ റസൂലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, സ്വഹാബികൾ മറുപടി പറയുന്നു. ഇങ്ങനെ ചോദിച്ച് പഠിക്കാൻ ഇസ്ലാം വളരെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ചില ആളുകളെങ്കിലും ഒന്നും ചോദിക്കുന്നില്ല, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ പോവുകയും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എന്നിങ്ങനെ സ്വന്തം മനസ്സിലാക്കിയതും താൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ് തനിക്ക് തോന്നുന്നത്, തൻ്റെ ബുദ്ധിയിൽ ഉദിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. കാരണം വഹി അനുസരിച്ച് മതകാര്യങ്ങൾ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങളും നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരുന്ന ചില തോന്നലുകളും എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് എപ്പോഴും പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ദേഹേച്ഛയനുസരിച്ച്, അഭീഷ്ടമനുസരിച്ച് മതകാര്യങ്ങളിൽ ഈ റസൂൽ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. വഹി അനുസരിച്ചല്ലാതെ, അല്ലാഹു കൊടുക്കുന്ന നിർദ്ദേശമല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഖുർആൻ നമ്മെ അറിയിക്കുകയാണ്. മനുഷ്യനെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫഅമ്മൽ മുഹ്ലികാത്തു, മനുഷ്യനെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങളാണ് ശുഹ്ഉൻ മുതാഉൻ, അനുസരിച്ച് പോകുന്ന പിശുക്ക്, വഹവൻ മുത്തബഉൻ, പിൻപറ്റപ്പെടുന്ന ദേഹേച്ഛ, വഇജാബുൽ മർഇ ബിനഫ്സി, സ്വയം തരക്കേടില്ല എന്നൊരാൾക്ക് തോന്നൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രത്യേകം രക്ഷ തേടിയ കാര്യമാണ്, അള്ളാഹുവേ ദേഹേച്ഛകളിൽ നിന്ന് നീ എനിക്ക് രക്ഷ തരണേ എന്ന് റസൂലുള്ള പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാൽ വൽ അഹ്വാ വൽ അദ്വാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന്, വൽ അഅമാൽ, ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന്, വൽ അഹ്വാ, ചീത്ത ആഗ്രഹങ്ങളിൽ നിന്ന്, വൽ അദ്വാ, ചീത്ത രോഗങ്ങളിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. ചില റിവായത്തുകളിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ജന്നിബിനി, അല്ലാഹുമ്മ ജന്നിബിനി, അല്ലാഹുവേ നീ എന്നെ അകറ്റി നിർത്തണമേ, 7 അയലത്ത് പോലും നിർത്താതെ എന്നെ നീ മാറ്റി നിർത്തണമേ. ബിഹാഉലാഇൽ അർബഅ, ഈ 4 കാര്യങ്ങളിൽ നിന്ന്. അല്ലാഹുമ്മ ജന്നിബിനി മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാൽ വൽ അഹ്വാ വൽ അദ്വാ, ചീത്ത സ്വഭാവം, ചീത്ത ചിന്ത, ചീത്ത പ്രവർത്തനം, ചീത്ത രോഗങ്ങൾ, ഇതിൽ നിന്ന് എന്നെ നീ അകറ്റി നിർത്തേണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അത്തരം പ്രാർത്ഥനകളോടെ ദേഹേച്ഛകളെ തുരത്താൻ, ദേഹേച്ഛകളെ തകർക്കാൻ വിശ്വാസികളെ നാം ശ്രമിക്കുക. പ്രമാണങ്ങൾക്ക് പരിഗണന നൽകുക. ഹവയുടെ, ദേഹേച്ഛയുടെ ആളുകളാകാതെ അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകളാകാൻ, സുന്നത്തിൻ്റെ ആളുകളാകാൻ നാം ശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിൻ്റെ ഖുർആനും നിൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളും അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്ന സൗഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ദേഹേച്ഛകളുടെ പിന്നാലെ പോകുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ചീത്ത സ്വഭാവത്തിൽ നിന്നും, ചീത്ത പ്രവർത്തനത്തിൽ നിന്നും, ചീത്ത ആഗ്രഹത്തിൽ നിന്നും, ചീത്ത രോഗത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ.
രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം യാ അല്ലാഹ്. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.